ഹലോ, നമ്മളെ നെന്മാറയിലാണ് ഉള്ളത്. നെന്മാറ അയിലമ്പാടത്തൊരു ഇടത്താവളമുണ്ട്. ശബരിമല സീസൺ ആയിട്ട് തുടങ്ങിയത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ എന്തൊക്കെയാണെന്ന് ചോദിക്കാട്ടാ. ഇത് എപ്പോഴേക്കാണ് ഇത് സ്റ്റാർട്ട് ചെയ്യണത്? രാവിലെ. സ്വാമി ശരണം. ഇത് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ചിറ്റൂർ താലൂക്ക് യൂണിയൻ നടത്തുന്ന അയ്യപ്പന്മാർക്കായിട്ടുള്ള ഇടത്താവളമാണ്. ഇവിടെ വൃശ്ചികമാസം 1-ാം തീയതിയാണ് പ്രവർത്തനം ആരംഭിച്ചത്. ദിവസവും രാവിലെ 6:30 തന്നെ നമ്മുടെ ഇടത്താവളം പ്രവർത്തനം ആരംഭിക്കും. രാവിലെ ഇതുവഴി യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാരെ, ശബരിമല യാത്ര ചെയ്യുന്നവരെയും തിരികെ വരുന്ന അയ്യപ്പ ഭക്തന്മാരെയും നമ്മുടെ സേവകര് മുന്നിൽ അയ്യപ്പ സേവാ സംഘത്തിന്റെ പതാകയുമേന്തി നിന്ന് വാഹനം തടുത്ത് ഇതിൽ ഭക്ഷണം കഴിക്കാത്തവർക്ക് ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉച്ചഭക്ഷണവും ഇവിടെ നമ്മൾ അയ്യപ്പ ഭക്തന്മാർക്കായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഈ 2 നേരത്തെ ഭക്ഷണമാണ് ഇവിടെ നമ്മൾ കൊടുക്കാറുള്ളത്. എത്ര മണിക്ക് അവസാനിക്കും? ഉച്ചയ്ക്കുള്ള ഭക്ഷണം, തയ്യാറാക്കിയ ഭക്ഷണം കഴിയുന്നവരെ ഇവിടെ നമ്മൾ കൊടുക്കും. അത് ചില സമയത്ത് 2:30 മണിക്ക് അവസാനിക്കും, ചിലപ്പം 4 മണിക്കാണ് അവസാനിക്കുക. ചില സമയത്ത് വന്ന അയ്യപ്പ ഭക്തന്മാരുടെ കൂടെ അനുഗമിച്ചുള്ള മറ്റു വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് ഭക്ഷണം പ്രിപ്പയർ ചെയ്ത് അവർ ഭക്ഷണം കഴിച്ചു പോകുന്നവരെയും നമ്മളിവിടെ തുറന്ന് പ്രവർത്തിക്കും. മണ്ഡലമാസം കഴിയുന്നവരുണ്ടാവും. ഇത് മകരമാസം മകരവിളക്ക് എഴുതി ശബരിമല നട അടയ്ക്കുന്നവരെ നമ്മളുടെ ഈ ഇടത്താവളം പ്രവർത്തിക്കും. ഇത് 2ാമത്തെ വർഷമാണ് നെന്മാറയിലെ ഇടത്താവളം. കഴിഞ്ഞ വർഷം വിത്തനശ്ശേരി മൃദുല ട്രേഡേഴ്സിന്റെ സ്ഥാപനത്തിൽ വെച്ചാണ് നമ്മൾ ഇടത്താവളം നടത്തിയത്. കഴിഞ്ഞ വർഷം നമ്മളുടെ ഇടത്താവളത്തിലെ യാത്രികരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ, ശബരിമല യാത്രികരായിട്ടുള്ള അയ്യപ്പ ഭക്തന്മാർ 40,000-ൽ പരം പേരാണ് വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അയ്യപ്പ സേവാ സംഘം 80 വർഷം പൂർത്തിയാകുകയാണ് സേവനത്തില്. ശബരിമലയിലെ ആദ്യത്തെ സേവന പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഒരു സംഘടനയാണ് അഖില ഭാരത അയ്യപ്പ സേവാ സംഘം. ശബരിമലയിൽ ലൈറ്റ് ഇല്ലാതിരുന്ന കാലത്ത് ജനറേറ്റർ വെച്ച് ലൈറ്റ് തെളിയിക്കുകയും അതുപോലെ ശബരിമലയിൽ കൂട്ടം പറ്റിയ അയ്യപ്പ ഭക്തന്മാരെയൊക്കെ കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടി മൈക്ക് വെച്ച് അനൗൺസ്മെന്റ് നടത്തുകയും ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാർക്ക് ദാഹജലം നൽകുക, അയ്യപ്പന്മാർക്ക് അവിടെ വെച്ച് അപകടമോ അസുഖമോ പറ്റിയാൽ അവരെ സ്ട്രെച്ചറിലെടുത്ത് അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിലെത്തി അവർക്ക് വേണ്ട ചികിത്സ നൽകുക, അപ്രതീക്ഷിതമായി ഭഗവാന്റെ സന്നിധിയിലെത്തുന്ന അയ്യപ്പ ഭക്തന്മാര് അവിടെ വെച്ച് അയ്യപ്പന്റെ പാദത്തിൽ വിലയം പ്രാപിച്ചാൽ അവർക്ക് അവിടെ വെച്ച് മരണപ്പെടുകയാണെങ്കിൽ അവരുടെ ഭൗതിക ശരീരം ആദ്യകാലങ്ങളിലൊക്കെ ശബരിമലയിൽ തന്നെ സമീപത്ത് തന്നെ നമ്മൾ ദഹിപ്പിച്ചിരുന്നു. ഇപ്പോൾ അത് അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതും അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആംബുലൻസ് സർവീസിലൂടെ ചെയ്യാറുണ്ട്. കൂടാതെ ശബരിമലയുടെ പമ്പ മുതൽ ശബരിമല വരെയുള്ള പ്രദേശത്ത് ഓക്സിജൻ പാർലർ